വയനാട് പുൽപ്പള്ളിയിൽ ആരംഭിക്കുന്ന എക്സ് ബാൻഡ് റഡാർ സംവിധാനം സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ രംഗത്ത് മുതൽക്കൂട്ടാകുമെന്ന് തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നിത കെ ഗോപാൽ. വടക്കൻ കേരളത്തിലെ കാലാവസ്ഥാ നിരീക്ഷണം കൂടുതൽ കൃത്യതയാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും നിത കെ ഗോപാൽ പറഞ്ഞു. തിരുവനന്തപുരത്തിനും കൊച്ചിക്കും പുറമെയാണ് വയനാട്ടിൽ പുതിയ റഡാർ സംവിധാനം വരുന്നത്. വടക്കൻ കേരളത്തിലെ കാലാവസ്ഥാ നിരീക്ഷണത്തിന് മംഗലാപുരം കേന്ദ്രത്തെ കൂടിയാണ് നിലവിൽ ആശ്രയിക്കുന്നത്. വയനാട്ടിൽ പുതിയ റഡാർ സംവിധാനം വരുന്നതോടെ കൂടുതൽ കൃത്യതയോടെ കാലാവസ്ഥാ പ്രവചനം നടത്താൻ സാധിക്കും. ഇത് മലബാർ മേഖലയ്ക്ക് ഗുണകരമാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ നിത കെ ഗോപാൽ പറഞ്ഞു. വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ അത് കമ്മീഷൻ ചെയ്യാനായിട്ട് ആവശ്യമുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ വടക്കൻ ജില്ലകൾ കണ്ണൂർ, കാസർഗോഡും മാംഗ്ലൂർ റഡാറിൻ്റെ മാംഗ്ലൂർ റഡാറിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് നമ്മൾ കേരളീയരാണ്. കാരണം വടക്കൻ ജില്ലകൾ നന്നായി കവർ ചെയ്യുന്ന മാംഗ്ലൂർ റഡാറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് റഡാറും കൂടി വന്നു കഴിയുമ്പം കേരളം പൂർണ്ണമായിട്ടും റഡാറിന്റെ മോണിറ്ററിംഗിൽ വരും. നിലവിൽ തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും റഡാർ ഉപയോഗിച്ചാണ് കേരളത്തിലെ മഴ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നത്. പുതിയ റഡാർ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ വടക്കൻ കേരളത്തിനും പുറമെ തമിഴ്നാടിനും കർണാടകയ്ക്കും ഗുണം ചെയ്യുമെന്നും നിത കെ ഗോപാൽ പറഞ്ഞു. വടക്കൻ ജില്ലകളിലേക്ക് ഈ റഡാറിന് ക്ലൗഡുകൾ കാണുന്നതിന് പരിമിതികളുണ്ട്. പരിമിതി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം ലിമിറ്റഡ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുള്ളൂ. കുറച്ച് ക്ലൗഡിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ റഡാർ കാണുകയുള്ളൂ. അപ്പോൾ ഈ റഡാർ വരുന്നതോടുകൂടി പ്രത്യേകിച്ചും വയനാടെന്ന് പറഞ്ഞാൽ നമ്മുടെ വെസ്റ്റേൺ ഘാട്ടിൻ്റെ സഖ്യൻ്റെ പാർട്ടായതുകൊണ്ട് മറ്റു റഡാറുകൾക്ക് ഈ റഡാർ ബീമിൻ്റെ അല്ലെങ്കിൽ ആ ഒരു തരംഗത്തിന് ഒരു ബ്ലോക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ മുഴുവൻ കാണാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെയുള്ള പരിമിതികളൊക്കെ മറികടക്കാനാണ് നമ്മുടെ ഈ വയനാട് റഡാർ സഹായിക്കുന്നത്. വയനാട് പുൽപ്പള്ളിയിലെ പഴശ്ശിരാജ കോളേജിന്റെ ഭൂമിയിലാണ് പുതിയ കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനം പ്രവർത്തനം ആരംഭിക്കുന്നത്. കാർമേഘങ്ങൾ എത്ര ദൂരത്തിലാണ് സഞ്ചരിക്കുന്നതെന്നും അവയിലെ ജലബാഷ്പത്തിന്റെ അളവ് എത്രയാണെന്നുമുള്ള കൃത്യമായ വിവരങ്ങളും ഇതിലൂടെ ലഭിക്കും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായാണ് പുതിയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് തുടക്കം കുറിക്കുന്നത്. ജനം, തിരുവനന്തപുരം.